നമ്മൾ പമ്പിനെ സംബന്ധിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി പമ്പിൻ്റെ വർക്കിംഗ്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഫിഗറൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. ഇനി ആ സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഒന്നാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, രണ്ടാണ് വാക്വം പ്രഷർ, ദെൻ പ്രഷർ ഡിഫറൻസ്. ഈ 3 കാര്യങ്ങളും ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയുമായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ, വാക്യൂം പ്രഷർ, പ്രഷർ ഡിഫറൻസ്, ഹൗ ഇറ്റ് റിലേറ്റ്സ് ടു ഫ്ലൂയിഡ് ഫ്ലോ. ഒരു ഫ്ലൂയിഡിൻ്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ ആ റിലേഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൊഡ്യൂൾ 3 ഒരു ടോപ്പിക് അല്ല ആക്ച്വലി ഇത്, പക്ഷേ പമ്പിൻ്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ആക്ച്വലി ഇതൊരു മൊഡ്യൂൾ 1 ടോപ്പിക്കാണ്. മൊഡ്യൂൾ 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ അറ്റ്മോസ്ഫറിക് പ്രഷറും വാക്യൂം പ്രഷറും ഒക്കെ ഒരു എക്സാമ്പിളിലൂടെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ അല്ല, ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ഈ ഒരു ഫിഗർ, നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ഫിഗർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പാത്രത്തിൽ നിന്നും ഒരു വെള്ളമോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സോ ജ്യൂസോ എന്തോ ആയിക്കോട്ടെ ഒരു സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുകയാണ്. നമ്മൾ ഈ സ്ട്രോ ഇത് വലിക്കുന്ന സമയത്ത്, സ്ട്രോയുടെ ഉള്ളിലുള്ള എയറിനെ ഇത് വലിക്കുന്ന സമയത്ത് ഈ കൂൾ ഡ്രിങ്ക്സ് ഈ സ്ട്രോക്കകത്തുകൂടി നമ്മുടെ വായിലേക്ക് എത്തും അല്ലേ? നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ആസ് എൻ എഞ്ചിനീയർ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഉള്ളിൽ അറ്റ്മോസ്ഫിയർ പ്രഷറും വാക്വം പ്രഷറൊക്കെ, ഇതൊരു ഈ കൂൾ ഡ്രിങ്ക്സ് എന്നുള്ളത് ഒരു ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യാണ്, ഈ സ്ട്രോൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യാണ് അല്ലേ? എങ്ങനെയാണ് ഇത് മുകളിലേക്ക് ഫ്ലോ? ഇതിപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ഒരു സ്ട്രോ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കയറൂല. നമ്മൾ വലിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വായ കൊണ്ട് നമ്മൾ ആ സ്ട്രോൻ്റെ ഉള്ളിലത്തെ എയറിനോട് വലിച്ചെടുക്കുമ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൂടെ അത് കയറി വരുന്നത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കണം. അന്തരീക്ഷ മർദ്ദം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അറ്റ്മോസ്ഫിയർ എന്താ? അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം. അന്തരീക്ഷത്തെ നമ്മൾ എന്ത് വിളിക്കാം? അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാം. അപ്പോൾ അടുത്തൊരു ചോദ്യം, എന്താണ് അന്തരീക്ഷം അല്ലേ? അറ്റ്മോസ്ഫിയർ എന്നുള്ളത്, അന്തരീക്ഷം എന്നുള്ളത് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു മലയാളം വാക്ക് മാത്രമായിട്ടുള്ളൂ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇതുവരെ തന്നിട്ടില്ല. എന്താ അറ്റ്മോസ്ഫിയർ? ഞാൻ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ നിന്നും അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോവാണ് അല്ലേ? മുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആകാശം എന്ന് പറയാറുണ്ട്. ആകാശം മീൻസ് അവിടെ ഒരുപാട് വായു അടങ്ങിയിട്ടുണ്ടാവും, വായുമണ്ഡലം ഉണ്ടാവും. അങ്ങനെ മുകളിലേക്ക് പോയി ഈ ഒരു ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ പിന്നെ വായു ഉണ്ടാവില്ല. ആ ഭാഗത്ത് നമ്മൾ ശൂന്യാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്നും കുറച്ച് മുകളിലേക്കായി ആരുണ്ട്? വായുമണ്ഡലം ഉണ്ട്. എൻവലപ്പ് ഓഫ് എയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഓഫ് എയർ പാർട്ടിക്കിൾസ് എന്ന് പറയാം അല്ലേ? എയർ പാർട്ടിക്കിൾസിൻ്റെ ഒരു പുതപ്പ് ആരെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്? ഭൂമിയെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലേ? ആ ഒരു പുതപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാം. ഈ എയർ പാർട്ടിക്കിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് വെയിറ്റ് ഉണ്ട്. ഭാരമുള്ള വസ്തുവാണ് എയർ പാർട്ടിക്കിൾസ്. ഈ ഭാരം നമുക്കറിയാം ഭൂമിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഈ പാർട്ടിക്കിൾസിനൊക്കെ ഭൂമി താഴേക്ക് പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ ഈ എയറിന് എന്തുണ്ട്? എയറിന് ആക്ച്വലി വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യും? ഭൂമിയുടെ സർഫസിൽ ആക്ട് ചെയ്യും, എർത്ത് സർഫസിൽ ആക്ട് ചെയ്യും. എർത്ത് സർഫസിൽ മീൻസ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും, സർഫസിൽ ആക്ട് ചെയ്യും. എല്ലാ വസ്തുക്കളുടെയും സർഫസിൽ എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഭൂമിയിലുള്ള ഒരു വസ്തുവാണ്. നമുക്കറിയാം, നമ്മളെ ചുറ്റോറ് എന്തുണ്ട്? വായു ഉണ്ട്. ഈ വായുവിന് വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് റൂം എടുത്തു, ക്ലാസ് റൂമിൽ ഒരു ടേബിൾ ഉണ്ട് വിചാരിക്കുക. നമ്മൾ കാണുന്ന കാഴ്ചയാണല്ലോ. ആ ടേബിളിൻ്റെ മുകളിലും താഴെയൊക്കെ, ആ ടേബിളിൻ്റെ 4 പുറവും എയർ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഈ എയർ പാർട്ടിക്കിൾസ് ഈ ടേബിളിൻ്റെ മുകളിലും താഴെ എല്ലാ സർഫസിലും എന്ത് ചെയ്യുന്നുണ്ട്? എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എയർ പാർട്ടിക്കിൾസ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും സർഫസ് ഏരിയയിൽ അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കി വെക്കുക.
വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ് അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്യാറുണ്ട്. നമുക്ക് മാക്സിമം എത്ര ഫോഴ്സാണ് കൊടുക്കാൻ കഴിയുക? നമ്മളെ വെയിറ്റ് എത്രയാണോ അത്രയും ആ വെയിറ്റിന് എത്രയാണോ നമ്മളെ വെയിറ്റ് അത്രയും ഫോഴ്സ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സാണ് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ഈ എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് അതായത് ഫോഴ്സ് ഒരു സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? പ്രഷർ എന്ന് വിളിക്കാം. പ്രഷർ P is equal to F/A, ഫോഴ്സ് ബൈ ഏരിയ. ഈ ഫോഴ്സ് എങ്ങനെയാണ് വന്നത്? എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് മൂലം. അപ്പോൾ എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് മൂലമുള്ള ഫോഴ്സ് ആയതുകൊണ്ട് നമുക്കൊന്നും കൂടെ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് മൂലം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് ദാറ്റ് ഈസ് ഫോഴ്സ് ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? പ്രഷർ എന്ന് വിളിക്കാം. ഈ പ്രഷറിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല, അത് നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. പക്ഷേ സിമ്പിൾ എന്ത് മനസ്സിലാക്കുക? പ്രഷർ പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ എന്ത് ആക്ട് ചെയ്യാണ്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്, ഒരു ത്രസ്റ്റ്, ഒരു പുഷിങ്. ഓക്കെ, അതാണ് എന്ത് ആക്ച്വലി പ്രഷർ എന്ന് മനസ്സിലാക്കുക. ഫോഴ്സ് തന്നെയാണ്, പക്ഷെ എന്താ, സർഫസ് ഏരിയയിലെ ഇപ്പോൾ നമ്മൾ കുറേ കുട്ടികൾ എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ പറയുന്നത് ഒരു ക്ലാസ് റൂമിൽ 5 കുട്ടികളുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു സർഫസ് ഏരിയയിൽ ഇത്ര ഫോഴ്സ്, ദാറ്റ് ഈസ് പ്രഷർ. അപ്പോൾ പ്രഷർ പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്, പക്ഷെ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രഷർ എന്ന് വിളിക്കാം. സിംപ്ലി അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതിന് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങളെ പഴയ അറിവുകളൊക്കെ ഒന്ന് പൊട്ടി തട്ടിയെടുക്കുക. എന്നിരുന്നാലും നിങ്ങൾക്കിപ്പോൾ കിട്ടേണ്ടത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് അല്ലേ? എയർ പാർട്ടിക്കിൾസിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് ഒരു സർഫസിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തെ പ്രഷറിനെ എന്ത് വിളിക്കാം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വാക്വം പ്രഷർ എന്ന് മനസ്സിലാക്കാം. ആക്ച്വലി വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭൂമിയുടെ ഈ എർത്തിൻ്റെ സർഫസ് എടുത്തു. ഈ സർഫസിൽ എയർ പാർട്ടിക്കിൾസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ ബൗണ്ടറി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? എയർ പാർട്ടിക്കിൾസ് ഇല്ല അല്ലേ? അപ്പോൾ എയർ പാർട്ടിക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ പ്രഷർ ഏതാണ്ട് നിയർലി 0 ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ 0 പ്രഷർ എന്ന് വിളിക്കാം. കാരണം അവിടെ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഷറിന് എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ഇവിടെ ഫോഴ്സ് ആക്ച്വലി എവിടെ നിന്നാണ് വന്നത്? എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റിൽ നിന്നാണ്. ഈ ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? ദർ ഈസ് നോ മാറ്റർ അല്ലേ? അവിടെ ഒരു പാർട്ടിക്കിളും ഇല്ല, ഒരു ദ്രവ്യവും ഇല്ല, അവിടെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് സ്പേസ് ആണ്. അപ്പോൾ സ്പേസിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവാണ് അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിട്ടുള്ള പ്രഷറിനെ നമുക്ക് വാക്വം പ്രഷർ എന്ന് വിളിക്കാം ഒരർത്ഥത്തിൽ. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? വാക്വം ഈസ് എ സ്പേസ് വിത്തൗട്ട് മാറ്റർ അല്ലേ? മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു പാത്രം എടുത്തു, ഇതിൽ ലിക്വിഡ് നിറച്ചു. ഈ ലിക്വിഡ് ഒരു മാറ്ററാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാറ്റർ ഇല്ലാത്ത ഒരു സ്ഥലത്തെ നമുക്ക് എന്ത് വിളിക്കാം? വാക്വം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വാക്വം ഈസ് എ റീജിയൻ വിത്ത് എ ഗ്യാഷ്യസ് പ്രഷർ മച്ച് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ കുറവുള്ള പ്രഷറിനെ നമുക്ക് എന്ത് വിളിക്കാം? വാക്വം പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ, വാക്വം പ്രഷറിൻ്റെ ഡെഫിനിഷനൊക്കെ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്കം ഇത്രയേ ഉള്ളൂ. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവുള്ളൊരു പ്രഷറാണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏറ്റവും സിംപിളി ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. വാക്വം ഈസ് എ സ്പേസ് വിത്തൗട്ട് മാറ്റർ. ഒരു സ്ഥലത്ത് ഒരു മാറ്റർ ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടെ എന്ത് പ്രഷറായിരിക്കും? വാക്വം പ്രഷറായിരിക്കും. അതും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ 2 കാര്യം വേണം. എന്നിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ വ്യക്തമായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു രീതിയിൽ അതിൻ്റെ ഫിഗർ മാറ്റാൻ കഴിയും. മനസ്സിലാക്കാൻ എന്താണെന്നുള്ളത്, ഇവിടെ PATM എന്ന് കൊടുത്തിട്ടുണ്ട്. P സ്റ്റാൻഡ്സ് ഫോർ പ്രഷർ, ATM സ്റ്റാൻഡ്സ് ഫോർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ PATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് അർത്ഥം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമുക്കറിയാം ഇവിടെയൊക്കെ ഈ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ആരുണ്ട്? എയർ ഉണ്ട് അല്ലേ? ഇത് ഭൂമിയിൽ വെച്ചൊരു വസ്തു ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും എയർ ഉണ്ട്. ഈ എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യും?
ഈ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യും. ഇതിപ്പോൾ ഒരു കൂൾ ഡ്രിങ്ക്സ് ആണ്, ഈ കൂൾ ഡ്രിങ്ക്സിൽ എന്ത് ചെയ്യും, ഇങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യും അല്ലേ, അതിൽ ഡൗട്ടൊന്നുമില്ല, താഴേക്ക് ആക്ട് ചെയ്യും. ഈ ലിക്വിഡിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ സർഫസിൽ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, പ്രഷർ ഉണ്ട്. ഫോഴ്സ് ബൈ ഏരിയ ആണ് ആക്ച്വലി എന്ത്, പ്രഷർ. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ ഈ സർഫസ്, ഈ സർഫസ് ഏരിയയിൽ ആരാക്ട് ചെയ്യാണ്, എയറിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യാണ്. ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രഷറാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് എന്നുള്ള വാക്ക് കയറാൻ കാരണം അവിടെ എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് മുഖാന്തരമാണ് അവിടുത്തെ പ്രഷർ. ഓക്കെ, നമ്മുടെ വേറെ ഏതെങ്കിലും വസ്തു കൊണ്ടല്ല പുഷ് ചെയ്യുന്നത്, എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് മൂലമായതുകൊണ്ട് നമുക്ക് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയാം. അതുമാത്രമല്ല ഈ സ്ട്രോൻ്റെ ഉള്ളിലൂടെ എയർ കയറി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലേ, ഈ സ്ട്രോൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് ഉണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് എയർ കയറി നിൽക്കും, ഈ എയർ പാർട്ടിക്കിൾസ് അവിടെയും കയറി നിൽക്കും. അപ്പോൾ ഈ സ്ട്രോൻ്റെ അകത്തും എന്ത് പ്രഷറാണ്, അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. കാരണം സ്ട്രോൻ്റെ അകത്ത് എന്തുണ്ട്, ഇപ്പോൾ അറ്റ്മോസ്ഫിയർ മീൻസ് എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സ്ട്രോൻ്റെ ഉള്ളിലും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, ഈ ലിക്വിഡിൻ്റെ സർഫസിലും ആക്ച്വലി എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഈ സ്ട്രോങ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ ലിക്വിഡ് കയറുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ. ഇതിപ്പോൾ എന്താ, ഈ ഗ്ലാസ്സിൽ ഈ ലിക്വിഡിൽ സ്ട്രോ മുക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ പി സ്ട്രോ എന്ന് പറഞ്ഞാൽ സ്ട്രോൻ്റെ ഉള്ളിലത്തെ പ്രഷറും ഈ ലിക്വിഡിൻ്റെ മുകളിലത്തെ പ്രഷറും എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഈ ചിത്രത്തിലേക്ക് വരികയാണ്. നമ്മൾ വായ കൊണ്ട് ഈ സ്ട്രോൻ്റെ ഉള്ളിൽ നിന്ന് എന്തോന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ആക്ച്വലി വലിച്ചെടുക്കുന്നത് ഈ സ്ട്രോൻ്റെ അകത്ത് ഇപ്പോൾ ഈ സ്ട്രോൻ്റെ അകത്തിലൂടെ കയറി നിൽക്കുന്ന ഈ എയർ ഉണ്ടല്ലോ, എയർ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ആ എയർ പാർട്ടിക്കിൾസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോൻ്റെ അകത്തുള്ള എയർ പാർട്ടിക്കിൾസിനെ അങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ പിന്നെ സ്ട്രോൻ്റെ അകത്ത് എന്തില്ല, എയർ പാർട്ടിക്കിൾസ് ഇല്ല. എയർ പാർട്ടിക്കിൾസ് ഇല്ല മീൻസ് എ വാക്വം ഇസ് എ സ്പേസ് വിത്തൗട്ട് മാറ്റർ ഇല്ലാത്ത. അപ്പോൾ അവിടുത്തെ മാറ്റർ മീൻസ് എന്താ, അവിടെ മാറ്റർ എയർ ആയിരുന്നു, ആ എയറിനെ നമ്മളാണ്ട് വലിച്ചെടുത്തു, അപ്പോൾ അവിടെ എയർ ഇല്ല, ഒന്നുമില്ല. അത്തരം അവസ്ഥയിൽ അവിടെ വാക്വം പ്രഷർ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ എയറിനെ അങ്ങോട്ട് വലിച്ചെടുത്തു, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല, ഒന്നുമില്ല, വാക്വം പ്രഷറാണ്. പക്ഷേ ലിക്വിഡിൻ്റെ സർഫസിൽ ഇവിടെ എന്ത് പ്രഷറാണ്, അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഞാൻ നേരത്തെ ഒരു പ്രത്യേക പോയിന്റ് പറഞ്ഞിരുന്നു, അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കുറവാണ് ആക്ച്വലി എന്ത്, വാക്വം പ്രഷർ. ഈ ഫ്ലൂയിഡിനൊരു സ്വഭാവമുണ്ട്, പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് മെല്ലെ ഒഴുകാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് കാറ്റടിക്കാറുണ്ട് അല്ലേ. ഈ കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം വായുവാണ് വന്ന് നമ്മൾ തട്ടിപ്പോകുന്നത്. ആ വായു ആക്ച്വലി ഒരു ഗ്യാസാണ്. ഗ്യാസ് മീൻസ് ഒരു ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസിനെയോ അല്ലെങ്കിൽ ലിക്വിഡിനെയോ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, ഫ്ലൂയിഡ്. അപ്പോൾ ഈ കാറ്റ്, വായു എന്നുള്ളത് ഒരു ഫ്ലൂയിഡാണ്. എങ്ങനെയാണ് അത് വീശുന്നത് നമ്മളെ ഭൂമിയിൽ? വീശാനുള്ള കാരണം എന്താ, ഇപ്പോൾ ഇതൊരു ഭാഗമാണെന്ന് വിചാരിച്ചോ, ഇവിടെ നമ്മൾ നിൽക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ഒരു വായുവാണ്. ഈ വായു നമ്മൾ നേരക്കിന് വീശി വരും അല്ലേ, ഇങ്ങനെ പാസ് ചെയ്യും. എങ്ങനെ പാസ് ചെയ്യാൻ കാരണം, നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ പ്രഷർ ഇവിടുത്തെ പ്രഷറിനേക്കാൾ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വായു പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ, ഒരു ഫ്ലൂയിഡ് ഒഴുകണമെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷർ ഡിഫറൻസ് വേണം. അതായത് ഒരു ഫ്ലൂയിഡ് പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് എപ്പോഴും സഞ്ചരിക്കുക. എങ്ങനെ, പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും, പ്രഷർ പി കൂടിയ ഭാഗത്തു നിന്നും എങ്ങോട്ട് സഞ്ചരിക്കുക, പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് ഒരു ഫ്ലൂയിഡ് സഞ്ചരിക്കുക. ഇനി സ്ട്രോൻ്റെ കേസിലേക്ക് നമുക്ക് വീണ്ടും വരാം. നമുക്ക് ഇപ്പോൾ ഇതുവരെ മനസ്സിലായത് എന്താ, ഇതൊരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഇതൊരു പാത്രമാണ്. ഈ പാത്രത്തിൽ ലിക്വിഡ് വെച്ചിട്ടുണ്ട് അല്ലേ. ലിക്വിഡ് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നത് ആരാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. ഈ സ്ട്രോൻ്റെ അകത്തു നിന്നുള്ള വായുവിനെ നമ്മൾ നീക്കം ചെയ്യുമ്പോൾ, വലിച്ചെടുക്കുമ്പോൾ ഈ സ്ട്രോൻ്റെ ഉള്ളിൽ ആരില്ല, ഒന്നുമില്ല, അവിടെ മാറ്റർ ഇല്ല. ഇങ്ങനെ മാറ്റർ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ വാക്വം പ്രഷറാണ്. ഓക്കെ, ആ വാക്വം പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ ഭാഗത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറും സ്ട്രോൻ്റെ അകത്ത് വാക്വം പ്രഷറാണ്. കൂടിയ പ്രഷർ എവിടെയാണ്, ഇവിടെയാണ്, ഈ ലിക്വിഡിലാണ്. അപ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യും, കൂടിയ പ്രഷറിൽ നിന്നും കുറഞ്ഞ പ്രഷറായിട്ടുള്ള സ്ട്രോക്ക് അകത്ത് കൂടെ നമ്മൾ വായക്കെത്തും ഈ ലിക്വിഡ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്ലൂയിഡിന് ഒഴുക്ക് സംഭവിക്കുള്ളൂ. ഇപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഈ സ്ട്രോൻ്റെ അകത്ത് നിന്ന് വായുവിനെ വലിച്ചെടുക്കാത്തൊരവസ്ഥ സിമ്പിളി ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഉള്ളിലൂടെ ലിക്വിഡ് കയറൂല. ഓക്കെ, നിങ്ങൾ ഈ ടാങ്കിൽ നിന്നും വാഹനങ്ങളുടെ പെട്രോൾ ടാങ്കിൽ നിന്നും പെട്രോള് നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ച് വലിച്ചെടുക്കാറുണ്ട് പുറത്തേക്ക് അല്ലേ? നമ്മളെന്ത് ചെയ്യും, ഒരു പൈപ്പിൻ്റെ ഒരറ്റം ഇത് പെട്രോൾ എന്ന് വിചാരിച്ചാൽ ഒരറ്റം എന്ത് ചെയ്യും, പെട്രോളിൽ മുക്കും. ഈ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പൈപ്പിലൂടെ ഇത് വലിക്കും. നമ്മൾ വലിക്കുന്ന സമയത്ത്, വായ കൊണ്ട് വലിക്കുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ ഉള്ളിലത്തെ എയറിനോട് വലിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിലത്തെ എയറിനെ വലിച്ചെടുക്കുക മീൻസ് പിന്നെ ആ പൈപ്പിൻ്റെ ഉള്ളിൽ എയറിനെ വലിച്ചെടുത്താൽ അവിടെ ഒന്നുമില്ല അല്ലേ? അവിടെ ഒരു സ്പേസ് ആണ്, സ്പേസ് വിത്തൗട്ട് മാറ്റർ. അത്തരം സമയത്തിൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ വാക്വം പ്രഷർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ പെട്രോൾ ടാങ്കിനുള്ളിലോ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണ് ആക്ച്വലി എന്ത്, വാക്വം പ്രഷർ. സോ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് കൂടുതൽ. ഇപ്പോൾ കൂടിയ പ്രഷറുള്ള ഭാഗം, അതായത് പെട്രോൾ ടാങ്കിൽ നിന്നും പൈപ്പിലൂടെ കുറഞ്ഞ, ഈ പൈപ്പിലാണ് പ്രഷർ കുറവ്, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഫ്ലൂയിഡ് അങ്ങനെ കയറി വരും, അല്ലെങ്കിൽ പെട്രോളും എല്ലാം കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവണം. ഓക്കെ, വാക്വം പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഗ്യാഷ്യസ് പ്രഷർ എന്ന് മനസ്സിലായാലും എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാക്വം പ്രഷർ പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴെയുള്ളൊരു പ്രഷറാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്ലൂയിഡ് ഒഴുകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തു നിന്നും അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വാക്വം ക്ലീനർ എന്ന് കേട്ടിട്ടുണ്ടാവും വീട്ടിലൊക്കെ. വാക്വം ക്ലീനർ, ഈ വാക്വം എന്ന് ഉദ്ദേശിച്ചത് ഈ സാധനം തന്നെയാണ്. ഓക്കെ, അതായത് വാക്വം ക്ലീനർ ചെയ്യുന്നത്, ആ വാക്വം ക്ലീനർ എന്നുള്ള മെഷീൻ്റെ ഉള്ളിലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വസ്തുക്കൾ എന്ത് ചെയ്യും, ഈ വാക്വം ക്ലീനറിൻ്റെ ഉള്ളിലേക്ക് കയറും. കാരണം പുറത്ത് ഏത് പ്രഷറാണ്, അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിസ്കസ് ചെയ്തു, വാക്വം പ്രഷർ ഡിസ്കസ് ചെയ്തു, പ്രഷർ ഡിഫറൻസ് എന്തിനാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതെങ്ങനെയാണ് ഫ്ലൂയിഡ് ഫ്ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. സോ നമുക്ക് ഈ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലൂയിഡ് ഫ്ലോ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ട അറിവ് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ പ്രഷർ ഡിഫറൻസ് കോസസ് ദ ഫ്ലൂയിഡ് ടു ഫ്ലോ. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, പ്രഷർ ഡിഫറൻസ് വേണം. പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നത്. മർദ്ദത്തിലെ വ്യത്യാസം അല്ലെങ്കിൽ മർദ്ദ വ്യതിയാനം കാരണമാണ് ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നത്. അതായത് ഒരു ഭാഗത്ത് ഫ്ലൂയിഡ് പ്രഷർ കൂടുതലും മറ്റൊരു ഭാഗത്ത് പ്രഷർ എന്ത് ചെയ്യണം, കുറവുണ്ടെങ്കിൽ മാത്രമേ ആ ഫ്ലൂയിഡ് ഒഴുകുള്ളൂ, ഓട്ടോമാറ്റിക്കലി ഒഴുകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ പോയിന്റ്, ഫ്ലൂയിഡ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഇവിടെ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞല്ലോ, ഈ പ്രഷർ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ, ഓരോരുത്തർ ഹൈ പ്രഷറും മറ്റൊരിടത്ത് എന്ത് ചെയ്യണം, ലോ പ്രഷറും ആയിരിക്കണം. അതിനാണല്ലോ പ്രഷർ ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് നമ്മുടെ ഈ ഔട്ട്കമിൽ കിട്ടേണ്ട കാര്യം എന്താണ്, നമ്മൾ ഔട്ട്കമിൽ കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, ദ പ്രഷർ ഡിഫറൻസ് കോസസ് ദ ഫ്ലൂയിഡ് ടു ഫ്ലോ. രണ്ടാമത്, ദ ഫ്ലൂയിഡ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹൈ പ്രഷർ ഏതാ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരുന്നു. ഇവിടെ ഡിസ്കസ് ചെയ്ത ലോ പ്രഷർ ഏതാ, വാക്വം പ്രഷർ ആയിരുന്നു, അല്ലെങ്കിൽ വാക്യൂം പ്രഷർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ്, ഫ്ലൂയിഡ് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിൽ നിർബന്ധമായിട്ടും അതിൻ്റെ വ്യക്തതയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സംശയങ്ങൾ നമ്മളെ ഗ്രൂപ്പിലൂടെ ചോദിക്കണം. അതിന് യാതൊരുവിധ മടി വിചാരിക്കേണ്ട ആവശ്യകതയില്ല. കാരണം നമ്മൾ പഠിക്കാൻ വന്ന ആൾക്കാരാണ്, പഠിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. സോ അത് വളരെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണം. നമുക്കിടയിലുള്ള സംശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു മടി കൂടാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര മതി. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.